നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടക്കുന്ന ഉയരെ റെസിഡൻഷ്യൽ ക്യാമ്പ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. ബാലസംഘം കൊടകര നോർത്ത് മേഖലാ സമ്മേളനം നടത്തി. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. കൊടകര പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. അഴകം യുവജന സംഘം വായനശാല പ്രജ്ഞ 2025 എന്ന പേരിൽ 2 ദിവസങ്ങളിലായി നടത്തിയ ഓണാഘോഷം സമാപിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഉയരെ ക്യാമ്പ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടക്കുന്ന ഉയരെ റെസിഡൻഷ്യൽ ക്യാമ്പ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പ്, തൃശൂർ ജില്ലാ ഭരണകൂടം, ഇൻസൈറ്റ് ഫോർ ഇന്നവേഷൻ എന്നിവർ സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിച്ച കളക്ടർ പഠനത്തിനപ്പുറം വ്യക്തിത്വ വികസനത്തിനും സാമൂഹിക ഇടപെടലിനും പ്രാധാന്യം നൽകണമെന്ന് നിർദ്ദേശിച്ചു. ജില്ലയിലെ തീരദേശ ട്രൈബൽ മേഖലകളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തത്. ജില്ലയിലെ 11 സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 35 വിദ്യാർത്ഥികൾക്കാണ് ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. 20 ദിവസത്തെ ക്യാമ്പിന്റെ ആദ്യഘട്ടമായ 5 ദിവസത്തെ ക്യാമ്പ് സെപ്റ്റംബർ 3 അവസാനിക്കും. കുട്ടികളുടെ നേതൃത്വ പാഠവം, ടീം വർക്ക്, വ്യക്തിത്വ വികസനം എന്നിവ വളർത്തുകയാണ് പ്രധാന ലക്ഷ്യം. ഇതിനു പുറമെ കലാകായിക മേഖല, നൂതന സാങ്കേതികവിദ്യ എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകളും ലഭിക്കും. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ്, സെന്റ് ജോസഫ് കോളേജ്, ആലത്തൂർ SN കോളേജ് എന്നിവിടങ്ങളിലെ NSS വോളണ്ടിയർമാരും ക്യാമ്പിൽ പങ്കെടുത്തു. ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ് ഓഫീസർ P. മീര, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ M. ശശി, MRS സൂപ്രണ്ട് KN മൃദുല, ഹെഡ്മാസ്റ്റർ KB ബെന്നി, മാനേജർ സവിത, ഇൻസൈറ്റ് ഫോർ ഇന്നവേഷൻ ഫൗണ്ടർ ആൻഡ് CEO ഹേമ ഗോപാലകൃഷ്ണൻ എന്നിവർ കളക്ടറോടൊപ്പം സന്ദർശനത്തിൽ പങ്കുചേർന്നു. ബാലസംഘം കൊടകര നോർത്ത് മേഖലാ സമ്മേളനം നടത്തി. പേരാമ്പ്ര ATU ഹാളിൽ നടത്തിയ സമ്മേളനം KSTA ജില്ലാ കമ്മിറ്റി അംഗം KV വിദ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ലോക്കൽ സെക്രട്ടറി ആൻസിയ അൻവർ അധ്യക്ഷത വഹിച്ചു. ബാലസംഘം ഏരിയ കമ്മിറ്റി അംഗം ആവണി അനിൽകുമാർ, CPIM കൊടകര നോർത്ത് ലോക്കൽ സെക്രട്ടറി അൻവർ സാദിഖ്, കൺവീനർ D. ബേബി, ചുമതലക്കാരൻ AK ബാലൻ, കോർഡിനേറ്റർ K. രാജേശ്വരി എന്നിവർ സംസാരിച്ചു. കുട്ടികളെ വിളിച്ചപ്പോ നിങ്ങൾ ഒരുമിച്ച് വന്നൊരു പാട്ട് പാടിയപ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായത്. നമ്മുടെ ഇതിന്റെ ഒരു അറ്റൻഷൻ നമുക്ക് കിട്ടിയത്. ഒറ്റയ്ക്ക് നിന്ന് പാട്ട് പാടിയ അറ്റൻഷൻ കിട്ടും. പക്ഷെ ലോകത്തിന് നന്മ ചെയ്യാൻ, ലോകത്തിന് മാതൃകയാവാൻ, നല്ല മനുഷ്യനാവാൻ നമ്മളെ ഈ ബാലസംഘം എന്താണെന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ധാരണയുണ്ട് അല്ലേ? എന്നാ സ്ഥാപിതമായെന്ന് പറഞ്ഞാൽ എന്നാ ബാലസംഘം സ്ഥാപിതമായത്? 38 ഡിസംബർ. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ ആഘോഷം. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. ഞായറാഴ്ച നേർച്ച ഭക്ഷണം വെഞ്ചരിപ്പ്, തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ഫാദർ ലിൻസ് മേലെപ്പുറം CMI മുഖ്യ കാർമ്മികനായി. ഫാദർ ഷാജു ചെറിയത്ത് തിരുനാൾ സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തു. കൊടകര പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, കൃഷി ഓഫീസർ J. നയനതാര,
അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഗിരിജ വി എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 4 വരെ ഓണച്ചന്ത പ്രവർത്തിക്കുന്നതാണ്. അഴകം യുവജന സംഘം വായനശാലയുടെ 2 ദിവസങ്ങളിലായി നടന്ന ഓണാഘോഷം സമാപിച്ചു. പ്രജ്ഞ 2025 എന്ന പേരിൽ 2 ദിവസങ്ങളിലായി നടത്തിയ ഓണാഘോഷം സമാപന സമ്മേളനം ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K ബാബുരാജ് അധ്യക്ഷനായി. NS വിദ്യാധരനെ വായനശാല കമ്മിറ്റി അംഗം V കുമാരി പൊന്നാടയണിയിച്ച് ആദരിച്ചു. സമാപന ചടങ്ങിൽ കൊടകര സുമംഗലി ടീമിന്റെ ഓണക്കളിയും ഓണപ്പാട്ടും നടന്നു. വായനശാല കമ്മിറ്റി അംഗങ്ങളായ PS വിവേക് സ്വാഗതവും J സൂര്യപ്രസാദ് നന്ദിയും അറിയിച്ചു. മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം. ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുകയും നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വൈവിധ്യമാർന്ന പരിപാടികളോടെ ശിങ്കാരിമേളം, കലാപരിപാടികൾ, കായിക മത്സരങ്ങൾ എന്നിവയോടെ നടന്നു. മാതൃസമിതി, ക്ഷേമസമിതി അംഗങ്ങൾ തിരുവാതിരക്കളി, ഓണപ്പാട്ട് എന്നിവ അവതരിപ്പിച്ചു. വിവിധ കായിക കലാ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള അനുമോദനം നടന്നു. പൂക്കള മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. തുടർന്ന് ഓണസദ്യ ഉണ്ടായിരുന്നു. രുചിയുടെ പുത്തൻ വൈവിധ്യങ്ങളുമായി മോഡി ബേക്കറി ഇനി ആളൂരിലും. കലർപ്പില്ലാത്ത കലവറയിൽ നിന്നും രുചി വൈവിധ്യങ്ങളുടെ അത്ഭുത കൂട്ടുമായി മോഡി ബേക്കറിയുടെ 13ാമത് ഔട്ട്ലെറ്റാണ് ആളൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. ആളൂർ സെന്ററിൽ ആരംഭിച്ച മോഡി ബേക്കറി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. അവരെ 4 ചേട്ടന്മാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ മോഡി ഗ്രൂപ്പിന്റെ ഈ ആളൂരിൽ ഈ സംരംഭം ആരംഭിക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ കൂടിയിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഒരു നിറഞ്ഞ കയ്യടി അവർക്ക് കൊടുക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ 2 കാര്യം പറയുന്നുള്ളൂ. ഒട്ടേറെ പേർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് മോഡി ഗ്രൂപ്പ് ഇന്നിങ്ങനെ മുന്നേറിയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ മുഖ്യാതിഥിയായിരുന്നു. ആളൂർ പഞ്ചായത്ത് മെമ്പർ PC ഷൺമുഖൻ, റോട്ടറി ക്ലബ് RMBF ചാലക്കുടി ചാപ്റ്റർ ചെയർമാൻ അഡ്വക്കേറ്റ് അഖിലേഷ്, മോഡി ഗ്രൂപ്പ് MD ആന്റോ ദേവസി എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആളൂർ യൂണിറ്റ് പ്രസിഡന്റ് ജിയോ പോൾ ആദ്യ വിൽപ്പന നടത്തുകയും നെൽസൺ മാവേലി ആദ്യ വിൽപ്പന സ്വീകരിക്കുകയും ചെയ്തു. അഭിമാനത്തോടു കൂടിയിട്ടാണ് ഈ നിമിഷത്തിൽ നമ്മളൊക്കെ നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ആളൂരിലും കല്ലേറ്റങ്കരയിലും കുമ്പളിനാമാക്കലിലും പുതിയ പുതിയ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അഭിമാനമുണ്ട്. ജോയി ചേട്ടനായിട്ട് ഏകദേശം 15 വർഷക്കാലത്തെ അടുപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ജോയി ചേട്ടൻ വ്യാപാരികളുടെ മുൻപിൽ എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ്. കാരണം ഏതൊരു ആളുടെയും, ഏതൊരു വ്യാപാരിയുടെയും, ഏതൊരു ഒരു ആവശ്യപ്പെടാതെയോ എപ്പോഴും ഒരു വിഷയമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഓടി വന്ന് എല്ലാവരും അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന, എല്ലാവർക്കും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു നേതൃത്വമാണ് ചോദിച്ചത്. എല്ലാവിധ ബേക്കറി ഐറ്റംസുകളും, കോഫി ഷോപ്പ്, ഐസ്ക്രീം പാർലർ, ലൈവ് സ്നാക്സ് എന്നിവയോടൊപ്പം ജർമ്മൻ നിർമ്മിത കോംപി ഓവനിൽ പാകപ്പെടുത്തുന്ന ബിരിയാണികളും കറികളും എല്ലാം ഇവിടെ ലഭ്യമാണ്. കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ടെന്ന് ഉടമകൾ അറിയിച്ചു. എല്ലാ ഐറ്റംസും ലൈവായിട്ട് ചെയ്യാൻ ബേക്കിംഗ്, കുക്കിംഗ്, സ്റ്റീമിംഗ്, എല്ലാവർക്കും കൊടകര താലൂക്കിലെ വിവിധ ഗ്രാമങ്ങളിൽ സുവർണ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. കൊടകര താലൂക്കിൽ കൊടകര, മറ്റത്തൂർ, വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വിവിധ ഗ്രാമങ്ങളിലായി ബാലഗോകുലത്തിന്റെ 50ാം പിറന്നാൾ ദിനത്തിൽ 55 സ്ഥലങ്ങളിൽ സുവർണ ജയന്തി ആഘോഷിച്ചു. കൊടകര താലൂക്ക് ഭാരവാഹികളായ കൊടകര താലൂക്ക് കാര്യദർശി PU ജയൻ, സഹകാര്യദർശി KB ദിലീപ്, ഭഗിനി പ്രമുഖ ബിജിത ചെറുകുന്ന്, സഹഭഗിനി പ്രമുഖ രചന, സമിതി അംഗങ്ങളായ TD ദീപക്, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ചിത്ര ജയൻ, വിജി രാധാകൃഷ്ണൻ, ജില്ലാ സഹകാര്യദർശി മനോജ് കുമാർ, മാധവൻ മാസ്റ്റർ എന്നിവർ സുവർണ ജയന്തി ആഘോഷത്തിന് നേതൃത്വം നൽകി. ബാലഗോകുല പ്രതിജ്ഞയും ശ്രീകൃഷ്ണ പൂജയും ബാലികാ ബാലന്മാരുടെ സാന്നിധ്യത്തിൽ നടന്നു. ഇന്നത്തെ സ്വർണ്ണവില.
സ്വർണം ഗ്രാമിന് 9,705 രൂപ, പവന് 77,640 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടക്കുന്ന ഉയരെ റെസിഡൻഷ്യൽ ക്യാമ്പ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. ബാലസംഘം കൊടകര നോർത്ത് മേഖലാ സമ്മേളനം നടത്തി. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. കൊടകര പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. അഴകം യുവജന സംഘം വായനശാല പ്രജ്ഞ 2025 എന്ന പേരിൽ 2 ദിവസങ്ങളിലായി നടത്തിയ ഓണാഘോഷം സമാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.